ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി എന്നെ കാണാൻ വരരുതെന്ന്. ഇപ്പൊ മറ്റാരെക്കാളും കണ്ണേട്ടന് വെറുപ്പ് എന്നോടാണെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞപ്പോ തന്നെ പലതും എനിക്ക് പറയാമായിരുന്നു. പക്ഷെ അത് ഞാൻ മൂടി വെച്ചു. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞ എന്റെ മനസ്സിനകത്തൊരു സമരം നടക്കുകയായിരുന്നു. പറയണോ വേണ്ടയോ എന്ന് പലതവണ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അപ്പോഴൊക്കെ പറയണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. എന്നാൽ ഇനി നടന്നതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതെല്ലാം തുറന്നു പറയാനാ ഞാൻ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റൂ. കണ്ണേട്ടൻ ഇപ്പൊ തന്നെ എന്തൊക്കെയോ അറിഞ്ഞെന്ന എന്റെ വിശ്വാസം. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വെറുക്കില്ല. അനന്തുവേട്ടനെ ലേഖ്യം തള്ളി പറയില്ല. അതുകൊണ്ടാ പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. എങ്കിലും പറയാനുള്ളത് എനിക്ക് പറയണം. ഇനി അത് ഭാരമായിട്ട് ഉള്ളി വെച്ചോണ്ട് നടക്കാൻ പറ്റില്ല. അത് നമ്മുടെ കുഞ്ഞിനെ പോലും ബാധിക്കും. ഒരു വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം കണ്ണേട്ടനെ പിന്നിലിരുത്തി പോയ കണ്ണേട്ടന്റെ അച്ഛന്റെ ബൈക്കിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറി. ആ ലോറി ഓടിച്ചത് കരുണയുടെ അച്ഛൻ പ്രതാപനായിരുന്നു. അന്ന് 5 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്ന ഞാനതിന് സാക്ഷിയായിരുന്നു. എന്റെ അച്ഛന്റെ ബാധ കയറിയിട്ട് സത്യങ്ങൾ പറയാൻ വന്ന പ്രതാപന്റെ വായി എല്ലാരും കൂടി തുന്നിക്കെട്ടി. 7-ാം മാസം എന്റെ തറവാട്ടിൽ നടന്ന നാടകങ്ങൾ ചെറുതൊന്നുമല്ല. എങ്കിലും കണക്കിന് 1-ാം റാങ്ക് വാങ്ങി പാസ്സായ ഒരു സ്റ്റുഡന്റാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ചിലതൊക്കെ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാ 7-ാം മാസത്തെ ചടങ്ങിന് തന്നെ തന്റെ അമ്മ വിളിച്ചോണ്ട് പോയപ്പോ കൂടെ ഞാനും വന്നത്. അന്ന് അമ്മയ്ക്കൊപ്പം താൻ അകത്തേക്ക് പോയ സമയത്ത് അയാൾ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. അയാളാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന്, അതിന് താൻ സാക്ഷിയായിരുന്നു എന്നും പറഞ്ഞു. ആ സംഭവം ഇന്നലെ എന്നോണം മനസ്സിൽ പച്ച പിടിച്ച് കിടന്നതുകൊണ്ടാ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞ് കണ്ണേട്ടന്റെ കയ്യും പിടിച്ച് കമലേശ്വരത്തേക്ക് കയറി വന്ന ഫസ്റ്റ് നൈറ്റില് അത് സംസാരിച്ചാലോന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷെ അവിടെ അറിയാതെ സ്വാർത്ഥയായിപ്പോയി ഞാൻ. കണ്ണേട്ടന്റെ ഭാര്യയായി ജീവിക്കാന്നുള്ളത് പുണ്യായി തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. എന്റെ രണ്ടാനച്ഛൻ വരുത്തിയ വൈകല്യത്തിന് ഞാൻ പരിഹാരവും പ്രായശ്ചിത്വവും ചെയ്യണമെന്ന് തോന്നി. ആ സ്വാർത്ഥതയാണ് എന്നെ കൊണ്ടൊന്നും പറയിക്കാതിരുന്നത്. ഇനിയിപ്പോ അതേപറ്റി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്റെ അച്ഛൻ ആരായിരുന്നു എന്നും എന്റെ അച്ഛൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം എന്തായിരുന്നു എന്നും തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അമ്മയെ നഷ്ടപ്പെട്ട ഒരു ആൺകുട്ടിക്ക് അച്ഛന്മാര് ചിലപ്പോൾ നല്ല കെയർ കൊടുക്കണമെന്നില്ല. എന്നാൽ എന്റെ അച്ഛൻ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാ 10-12 വയസ്സുള്ളപ്പോഴും എന്നെ ഒക്കത്തെടുക്കുമായിരുന്നു. എന്നെ വാരി പുണരുമായിരുന്നു. അങ്ങനെയുള്ള അച്ഛന് മുകളിലല്ല എനിക്കാരും. എന്തും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും താൻ എല്ലാം മൂടി നടന്നത് തന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാ. അതൊക്കെ പോട്ടേന്ന് വെക്കാം, സഹിക്കാം. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചല്ലോ. എന്നിട്ടും താൻ എന്തെങ്കിലും പറഞ്ഞോ? അവസാനം തന്നെ പോലെ തന്നെ അനന്തൂനും ലേഖയ്ക്ക് മനസ്സിലായി ഞാനെന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോ എല്ലാം പറഞ്ഞ് മാപ്പിരക്കാൻ വന്നതാ. ഒരിക്കലുമല്ല. കണ്ണേട്ടൻ ഇത് പൊറുക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്കൊരു ആശ്വാസമുണ്ട്. എല്ലാം കണ്ണേട്ടൻ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കണ്ണേട്ടന്റെ അച്ഛൻ നൽകിയ അതേ സ്നേഹവും ലാളനയോ കണ്ണേട്ടൻ എനിക്ക് നൽകിയത്. എന്നിട്ട് അങ്ങനെയുള്ള ആള് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ വേദനിപ്പിച്ചതിൽ ഏറ്റവും കുറ്റബോധമുണ്ട് എനിക്ക്. കണ്ണേട്ടനില്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ കഴിയില്ല.
തിരിഞ്ഞും മറിഞ്ഞും കിടന്ന നേരം വിളിപ്പിച്ചത്. എന്നാലും സാരമില്ല, കണ്ണേട്ടന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുക.